വേലിയിറക്കവും ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹനാദികൾക്ക് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇവരെ പൊതുവിൽ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശബോധോ പ്രഥമോ ഗ്രഹാണാം താരാഗ്രഹ പഞ്ചപരേ തദോധോ സമോഗ്രഹോ എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ രണ്ടും, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപരി താരാഗ്രഹമാണ്, 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് തമോഗ്രഹവും, അവസാനത്തെ 2 പേര് തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഹുവും കേതുവും. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുളികനെയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസുകളിൽ ഗുളികന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുവിലേക്ക് സ്വാഗതം. Hi, this is Pritika Rao. I'm a model. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ രാശിചക്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. 360 ഡിഗ്രിയുള്ള രാശിചക്രത്തെ 30 ഡിഗ്രി വീതമായി 12 രാശികളാക്കി തിരിച്ചിട്ടുണ്ട് എന്നും അത് മേടം മുതൽ മീനം വരെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ 12 രാശികളുമായിട്ട് 27 നക്ഷത്രങ്ങളെയും യഥാവിധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു രാശിയുടെ 2.25 നക്ഷത്രം. അങ്ങനെ മൊത്തം 27 നക്ഷത്രങ്ങൾ 12 രാശിയിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 360 ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന സമയത്തിന് ഒരു നക്ഷത്രത്തിന് 13.20 ഡിഗ്രിയാണ് ഉണ്ടാവുക. 13.20 ഡിഗ്രിയാണ് ഒരു നക്ഷത്രത്തിനുള്ളത് എന്ന് പറഞ്ഞത്. ഒരു രാശിയിലെ 30 ഡിഗ്രി ആണെങ്കിൽ 2.25 നക്ഷത്രം ഒരു രാശിയിൽ എന്ന് പറയുന്ന സമയത്ത് 13.20 ഒരു നക്ഷത്രം, പിന്നെയും 13.20 വേറൊരു നക്ഷത്രം, പിന്നെ ഒരു നക്ഷത്രത്തിന്റെ കാൽഭാഗമായ 3.20. അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് ഒട്ടാകെ കൂട്ടുമ്പോൾ 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇങ്ങനെ ഓരോ രാശിയിലും കണക്ക് കൂട്ടണം. നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാത്തവർക്കായി അതുകൂടി ക്രമത്തിൽ പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇനി ഇതിനെ ബാധിച്ച ക്രമം കൂടി നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലം മേടക്കൂടൻ, കാർത്തികമുക്കാലും രോഹിണിയും മകീരത്തരയും ഇടവക്കൂടൻ, മകീരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും മിഥുനക്കൂടൻ, പുണർദത്തിൽ
കാലം പൂല്യവും ആയില്യവും കർക്കിടകക്കൂറൻ. മകം പൂരം ഉത്രത്തിൻകാൽ ചിങ്ങക്കൂറൻ. ഉത്രത്തിന് മുക്കാലും അത്തവും ചിത്ര അരയും കന്നിരാശി. ചിത്ര അരയും ചോതിയും വിശാഖത്തിന് മുക്കാലും തുലാം രാശി. വിശാഖത്തിന് കാലം അനിലവും തൃക്കേട്ടയും വൃശ്ചികക്കൂറൻ. മൂലം പൂരാടം ഉത്രാടത്തിന് കാലം ധനു. ഉത്രാടത്തിന് മുക്കാലും തിരുവോണവും അവിട്ട നക്ഷത്രത്തിന്റെ അരയും മകരം. അവിട്ടത്തരയും ചതയവും കൂരുരുത്താതി മുക്കാലും കുംഭം. കൂരുരുത്താതി കാലം ഉത്തരട്ടാതിയും രേവതിയും മീനം. ഇങ്ങനെയാണ് ക്രമത്തിൽ തിരിച്ചിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് രാശിചക്രം എന്ന് പറഞ്ഞത്. ആ സഞ്ചാരപാതയിലാണ് നക്ഷത്രവും ഉള്ളത്. അപ്പോൾ സൂര്യൻ മുതലായ ഗ്രഹങ്ങൾ ഏത് രാശിയിൽ ഏത് നക്ഷത്രത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പട്ടിക നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തിലുള്ള നക്ഷത്ര മേഖല ഏതാണോ അതാണ് ആ സമയത്തിലെ നക്ഷത്രം. ഉദാഹരണം പറയാം. ചന്ദ്രൻ ഈ 12 രാശികളിലും മറ്റു ഗ്രഹങ്ങളെ പോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത്. ചന്ദ്രൻ മേഘം രാശിയുടെ തുടക്കത്തിലാണ് ഉള്ളതെങ്കിൽ ഈ ചാപ്റ്റർ നോക്കാൻ നമുക്ക് അത് അശ്വതി നക്ഷത്രത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും മേടം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്തിലെ മേടം രാശിയുടെ തുടക്കം 13.20 ഡിഗ്രി വരെ അശ്വതി നക്ഷത്രമാണ്. അപ്പൊ അതിനുള്ളിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച സമയം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ചിങ്ങം രാശിയുടെ അവസാനത്തിലാണെങ്കിലോ ഈ ചർച്ച ഒന്നുകൂടി ഒന്ന് നോക്കൂ. മകം പൂരം ഉത്തര നക്ഷത്രത്തിന്റെ കാൽഭാഗം ചിങ്ങം രാശി എന്നാണ്. അപ്പോൾ ചിങ്ങം രാശിയുടെ അവസാന ഭാഗം ഉത്തര നക്ഷത്രമാണ് എന്ന് മനസ്സിലാക്കി എങ്കിൽ ഈ കുട്ടി ജനിച്ച സമയം ഉത്തരമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തിലെ ചന്ദ്രൻ ധനുരാശിയിൽ 10ാമത്തെ ഡിഗ്രിയിലാണെങ്കിൽ മൂലം നക്ഷത്രമാണ് എന്ന് അറിയണം. കാരണം മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം Hello? Hello? Mom is coming home. Surprise, Anna. I don't know from where it is coming. Huh? Hello? Huh? What is? What is? It is fielder. My house. Huh? Bluetooth mode.